ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചാണ്. ക്വാണ്ടം നമ്പേഴ്സ് 4 ക്വാണ്ടം നമ്പറുകളാണ് ഉള്ളത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. അതിലെ ആദ്യത്തെ 3 ക്വാണ്ടം നമ്പേഴ്സ്, അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും അസിമുത്തൽ ക്വാണ്ടം നമ്പറും നമുക്ക് കിട്ടുന്നത് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോഴാണ്. നാലാമത്തെ ക്വാണ്ടം നമ്പർ ആയിട്ടുള്ള സ്പിൻ ക്വാണ്ടം നമ്പർ നമുക്ക് ലഭിക്കുന്നത് ഇലക്ട്രോൺസിന്റെ സ്പിന്നിനെ നോക്കിയാണ്. അപ്വേർഡ് സ്പിൻ ആണ്, ഡൗൺവേർഡ് സ്പിൻ എന്ന രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ക്വാണ്ടം നമ്പേഴ്സിലേക്ക് കടക്കാം. The set of numbers used to describe the position and energy of the electron in an atom are called quantum numbers. എന്താണ് quantum numbers എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട കാര്യമാണ്. Quantum numbers എന്ന് പറഞ്ഞാൽ set of numbers are used to describe the position, ഇലക്ട്രോണിന്റെ പൊസിഷനും എനർജിയും ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിനാണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 4 ക്വാണ്ടം നമ്പേഴ്സ് ആണുള്ളത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. അതിന്റെ ഓരോ സിംബിൾസ് നോക്കുക. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ n വെച്ച് ഡിനോട്ട് ചെയ്യുന്നു, സ്മോൾ ലെറ്റർ n വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ L വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ M വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഇലക്ട്രോൺ സ്പിൻ ക്വാണ്ടം നമ്പേഴ്സിനെ നമ്മൾ S വെച്ച്, സ്മോൾ ലെറ്റർ S വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. അപ്പം ചില കേസിൽ നമ്മൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ ML എന്നൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത് രണ്ടും സെയിം ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി എന്താണ് ക്വാണ്ടം നമ്പേഴ്സിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഓരോ അഡ്രസ് ഉണ്ട്. ഇപ്പം അഡ്രസ്സ് വരുമ്പോൾ നമ്മുടെ പേര് വരും, വീട്ടുപേര് വരും, സ്ട്രീറ്റ് എവിടെയാണ് സ്ട്രീറ്റ് വരും, പിൻകോഡും അങ്ങനത്തെ കാര്യങ്ങൾ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ആ കാര്യങ്ങളൊക്കെ വരും. എന്ന് പറഞ്ഞ പോലെ ഈ 4 ക്വാണ്ടം നമ്പേഴ്സും ആണ് എന്തായിട്ട് നമ്മൾ പറയുന്നത്, ഇലക്ട്രോൺസിന്റെ അഡ്രസ് ആയിട്ട് പറയുന്നത്. ദീസ് 4 ക്വാണ്ടം നമ്പേഴ്സ് പ്രൊവൈഡ് കംപ്ലീറ്റ് അഡ്രസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിൽ എവിടെയാണ് ഇലക്ട്രോൺ ഉള്ളത് അതിന്റെ കംപ്ലീറ്റ് അഡ്രസ് ആയിരിക്കും എന്ത് പറയുന്നത്, ഈ ഒരു ഇലക്ട്രോൺ അതിന്റെ ക്വാണ്ടം നമ്പർ പറയുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും 2 ഇലക്ട്രോൺസിനും സെയിം 4 ക്വാണ്ടം നമ്പേഴ്സ് ഒരു കാരണവശാലും സെയിം ആയിട്ട് വരില്ല. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. അതിന്റെ പോസിബിൾ വാല്യൂസ് 1 2 3 4 5 അങ്ങനെയാകാം. അസിമുത്തൽ ക്വാണ്ടം നമ്പർ L വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു 0 to n minus 1 ആയിരിക്കും അതിന്റെ വാല്യൂ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ -L to +L എന്ന രീതിയിലായിരിക്കും വാല്യൂ. സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് 2 വാല്യൂസ് ആയിരിക്കും പോസിബിൾ ഉള്ളത്, +1/2 -1/2 എസ് വെച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഗീവ്സ് ദ ഐഡിയ ഓഫ് ദ മെയിൻ എനർജി ലെവൽ ടു വിച്ച് ദ ഇലക്ട്രോൺ ബിലോങ്സ്. നമ്മൾ ബോർ മോഡൽ പഠിച്ചായിരുന്നു. അതിന്റെ അകത്ത് നമ്മൾ ഷെല്ലുകളെ കുറിച്ച് പറഞ്ഞു, KLM ഷെൽസ് എന്നൊക്കെ പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞതുപോലെ മെയിൻ എനർജി ലെവൽസ് ആയിട്ടാണ് നമ്മൾ ആ ഒരു ബോർ മോഡലിൽ പഠിച്ച അതേ ഷെല്ലുകളുടെ കാര്യമാണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. 1 2 3 4 എന്ന് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നു. അതിന്റെ മെയിൻ എനർജി ലെവൽ എന്നാണ് നമ്മൾ അവരെ പറയുന്നത്. ഇനി അതിന്റെ വാല്യൂസ് 1 2 3 4 ആകാം, 7 വരെയാണ് നമുക്കിപ്പോൾ അറിയാവുന്ന അത്രയും. പീരിയോഡിക് ടേബിളിൽ 7 വരെയാണ് മാക്സിമം ആയിട്ട് നമുക്ക് n വാല്യൂസ് വരാനുള്ള രീതിയിൽ വരുന്നത്. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ KLM N എന്നൊക്കെ ആയിരിക്കും നമ്മൾ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി n വാല്യൂ, അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ കൂടുന്നതനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ സംഭവിക്കും. കുറച്ച് കൂടുന്നതനുസരിച്ച് എന്താ സംഭവിക്കുക, നമ്മൾ ബോർ മോഡലിൽ കണ്ടായിരുന്നു, ന്യൂക്ലിയസിൽ നിന്ന് അകലുമായിരുന്നു, ഡിസ്റ്റൻസ് ന്യൂക്ലിയസിൽ നിന്ന് കൂടുമായിരിക്കും ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസും ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ എനർജി, മെയിൻ എനർജി ലെവലിനെ ഡിനോട്ട് ചെയ്യുന്നു. പിന്നെ എന്ത് സംഭവിക്കും, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മുടെ ഡിസ്റ്റൻസ്, ന്യൂക്ലിയസും തമ്മിലുള്ള ഇലക്ട്രോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയും എന്ത് ചെയ്യും, ഡിസ്റ്റൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. ഈ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒരു ഓർബിറ്റില്, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പോസിബിൾ, ഒരു ഷെല്ലില് മാക്സിമം ഇലക്ട്രോൺസ് എത്ര ആയിരിക്കും പോസിബിൾ എന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ വെച്ച് നമ്മൾ പറയുന്നത് എങ്ങനെയായിരിക്കും, 2n² എന്നായിരിക്കും. അപ്പം n വാല്യൂ 1 വന്നാൽ അപ്പൊ എത്ര ആയിരിക്കും വരുന്നത്, 2 × 1², 2 ഇലക്ട്രോൺസേ പോസിബിൾ. അതായത് ഫസ്റ്റ് ഷെല്ലില് ഒരു ഇലക്ട്രോൺസ് 2 ഇലക്ട്രോൺ മാത്രമേ മാക്സിമം ആയിട്ട് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഷെല്ലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ, സെക്കൻഡ് ഷെല്ലിൽ എന്താ സംഭവിക്കുന്നത്, സെക്കൻഡ് ഷെല്ലിൽ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, സെക്കൻഡ് ഷെല്ല് വരുമ്പോഴത്തേനും 2 × 2² എന്നാകും. സെക്കൻഡ് ഷെല്ല് വരുമ്പോൾ n = 2 വരുന്ന കേസിൽ 2 × 2² ആകും. 2² എന്ന് പറഞ്ഞാൽ 4, 4 × 2 8 എന്നായിരിക്കും വരുന്നത്. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ നമുക്ക് നോക്കാം.
അപ്പം ഇവിടുത്തെ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യം ഓർത്തിരിക്കുക. നമുക്ക് മെയിൻ എനർജി ലെവലും കിട്ടും. ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് നമുക്ക് കിട്ടുവാണ് ചെയ്യുന്നത്. പിന്നെ കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ആണ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് ഷെല്ലിലാകുമ്പോഴത്തേനും N=1 ആകുമ്പോൾ 2 ഇലക്ട്രോൺ, N=2 ആകുമ്പോഴത്തേനും 8 ഇലക്ട്രോൺസ്. ആ രീതിയിലാണ് നമ്മൾ കാൽക്കുലേഷൻ പോകുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് നമ്മൾ പറയുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പറിന് വേറെ കുറച്ച് പേരുകളുണ്ട്. സബ്സിഡറി അല്ലെങ്കിൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയും. L വെച്ചിട്ടായിരിക്കും നമ്മൾ അവരെ ഡിനോട്ട് ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കുക. ഇവര് സബ്ഷെല്ലായിരിക്കും. നേരത്തെ നമ്മൾ ഷെല്ലിനെ കുറിച്ച്, മെയിൻ ഷെല്ലിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ നമ്മൾ സബ്ഷെൽ വിത്തിൻ ദ മെയിൻ എനർജി ലെവലിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഷെല്ലിന് അകത്ത് വേറെ ഷെല്ലുകൾ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ് ദ ഷേപ്പ് ആൻഡ് എനർജി ഓഫ് ദ ഓർബിറ്റൽ ഒക്യുപ്പൈഡ് ബൈ ദ ഇലക്ട്രോൺ. ഷേപ്പിനെ കുറിച്ചും എനർജിയെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടുത്തെ വാല്യൂ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ n ആകുമ്പോഴത്തേനും ഇവിടെ എത്ര വാല്യൂസ് വരാം? L വാല്യൂസ് എത്ര എണ്ണം വരാം? 0 to 1 മൈനസ് എത്രയാകാം? 0 to n-1 വാല്യൂസ് ഇവിടെ പോസിബിൾ ആയിരിക്കും. ഏതിന്റെ കേസില്? L നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേനും നമുക്കൊരു നിശ്ചിതമായ n ഉണ്ട്, n വാല്യൂ ഉണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് പോസിബിലിറ്റി ഉള്ള? 0 to n-1 വാല്യൂസ് പോസിബിൾ ആണ്. അത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. n1 വന്നാൽ 0 to n-1 വരുമ്പോൾ എത്ര വരും? n=1 ആണ്. 1-1 0 ആയിരിക്കും. അപ്പൊ L വാല്യൂ എപ്പോഴും 0 വരുള്ളൂ. അത് റെപ്രസെന്റ് ചെയ്യുന്നത് 1s ഓർബിറ്റലിനായിരിക്കും. L വാല്യൂ 0 റെപ്രസെന്റ് ചെയ്യുന്നത് n വാല്യൂ =1, L വാല്യൂ =0 റെപ്രസെന്റ് ചെയ്യുന്നത് 1s ഓർബിറ്റലിനെ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ആറ്റംസ് അറേഞ്ച് ചെയ്യുമ്പോഴത്തേനും 1s ആരൊക്കെയാണ് ഉള്ളത്? 1s1, 1s2 എന്ന് പറഞ്ഞ 2 ഇലക്ട്രോൺസേ പോസിബിൾ ഉള്ളൂ. ഹൈഡ്രജനും ഹീലിയോ മാത്രമേ പോസിബിൾ ഉള്ളൂ. അത് 1sനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി n=2 വന്നാലോ? n=2 വരുമ്പോഴത്തേനും അവിടെ ആർക്കൊക്കെയാണ് പോസിബിലിറ്റി ഉള്ളത്? L വാല്യൂസ് എത്ര വരെ ആകാം? 0 to n-1 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ 0 to n=2-1 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. 0-ഉം 1-ഉം ആണ് n=2 പോസിബിലിറ്റി ഉള്ളത്. അവിടെ ഓർത്തിരിക്കുക. അവിടുത്തെ ഓർബിറ്റലിൽ ആരൊക്കെ ആകാം? 2s-ഉം 2p-യും ആകാം. അപ്പൊ മാക്സിമം ഇലക്ട്രോൺസ് എത്ര പേരായിരിക്കും വരുന്നത്? മാക്സിമം ഇലക്ട്രോൺസിന്റെ കേസ് നോക്കി കഴിയുമ്പോഴത്തേനും s-ല് 2 ഇലക്ട്രോൺസ്, p-ല് 6 ഇലക്ട്രോൺസ് ആണ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ടോട്ടൽ 8 ഇലക്ട്രോൺസ്. അതാണ് നമ്മുടെ നേരത്തെ കാൽക്കുലേഷൻ അനുസരിച്ച് നമ്മൾ പറഞ്ഞത്. 2n² എന്ന് പറഞ്ഞ കാൽക്കുലേഷൻ അനുസരിച്ച് ഇലക്ട്രോൺസിന്റെ എണ്ണം നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. n=3 വന്നാൽ L വാല്യൂസ് എത്രയാകും? L വാല്യൂ 0 to n-1 ആണ് നമ്മൾ പറഞ്ഞു. അപ്പം 0 to 3-1 2 ആയിരിക്കും വരുന്നത്. 0, 1 and 2 മാക്സിമം നമ്പർ ഓഫ് അവിടുത്തെ ഓർബിറ്റൽസ് വരുന്നത് 3s, 3p, 3d ഓർബിറ്റൽസ് ആയിരിക്കും അവിടെ വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അങ്ങനെയാണ് വരുന്നത്. ടോട്ടൽ ഇലക്ട്രോൺസ് 18 ആയിരിക്കും ഇലക്ട്രോൺസ് വരുന്നത്. 2 into 3² ആയിട്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. 3² 9 ആണ്. 9 into 2 18 ഇലക്ട്രോൺസ് ആണ് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ L വാല്യൂ 0 വരുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടുത്തെ എസ് ഓർബിറ്റിലാണ്. L വാല്യൂ 0 വന്നാൽ ഇവിടെ എസ് ഓർബിറ്റിലാണ്. എസ് എന്ന വാക്ക് വരുന്നത് ഒരു സ്പെക്ട്രോസ്കോപ്പിക് ആയിട്ടുള്ള ടേമിൽ നിന്നാണ്. ഷാർപ്പ് എന്ന് പറഞ്ഞ സ്പെക്ട്രോസ്കോപ്പിക് ടേമിൽ നിന്നാണ് എസ് എന്ന ഓർബിറ്റിന്റെ എസ് എന്ന് പറഞ്ഞ ടേം വരുന്നത്. L വാല്യൂ 1 വന്നാലോ പി ഓർബിറ്റിലായിരിക്കും ഇവിടെ വരുന്നത്. പി ഓർബിറ്റിൽ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ സ്പെക്ട്രോസ്കോപ്പിക് ടേമിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. പി എന്ന് പറഞ്ഞത് 2. L വാല്യൂ 2 വന്നാൽ ഡി ഓർബിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിഫ്യൂസ് എന്ന് പറഞ്ഞായിരിക്കും. L വാല്യൂ 3 വന്നാലോ എഫ് ഓർബിറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫണ്ടമെന്റൽ എന്ന ടേമിൽ നിന്നാണ് ഈ ഒരു എഫ് ഓർബിറ്റൽ ഒരു എഫ് എന്ന് പറഞ്ഞ ടീം വന്നെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓർബിറ്റലും സബ് ലെവലും അതിന് കറസ്പോണ്ട് ചെയ്യുന്ന സ്പെക്ട്രോസ്കോപ്പിക് ടേമുകളും ഓർത്തിരിക്കുക. ഇതാണ് നമുക്കറിയാം. എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് നമുക്കറിയാം, സ്പെറിക്കൽ ഷേപ്പ് ആണ്. പി ഓർബിറ്റിൽ വന്നാൽ എങ്ങനെയായിരിക്കും വരുന്നത്? പി ഓർബിറ്റിൽ വന്നാൽ ഡംബൽ ഷേപ്പ്, ഡി ഓർബിറ്റിൽ വന്നാൽ ഡബിൾ ഡംബൽ ഷേപ്പ്, എഫ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പ് എന്നുള്ള രീതിയിലായിരിക്കും. ഇനി എനർജി വൈസ് കൗണ്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എനർജി ഓഫ് ദ സബ് ലെവൽ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? എസിനെക്കാട്ടിലും എനർജി കൂടുതലായിരിക്കും പിക്കാട്ടിലും എനർജി കൂടുതലായിരിക്കും, ഡിയെക്കാട്ടിലും എനർജി കൂടുതലായിരിക്കും എഫിന് വരുന്നത്. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ പർട്ടിക്കുലർ സബ് ഷെൽ ഈസ് ഈക്വൽ ടു 2 into 2l+1 എന്ന് പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ചാണ് നമ്മൾ വരുന്നത്. എസ് നോക്കിക്കഴിഞ്ഞാൽ എസിന് മാക്സിമം എത്ര ഇലക്ട്രോൺസ് പോസിബിൾ ഉണ്ട്? എസിന്റെ എൽ വാല്യൂ അപ്പൊ എത്രയാണ് വരുന്നത്? എസിന്റെ എൽ വാല്യൂ എത്രയായിരിക്കും വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എസ് ഓർബിറ്റിലാണെങ്കിൽ എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അവിടെ വരുന്നത്? 0 ആയിരിക്കും അവിടുത്തെ എൽ വാല്യൂ വരുന്നത്. അപ്പം 2 into 2l വരുമ്പോഴത്തേനും 0 ആയി പോയി. 2 into 1 2 ആയിരിക്കും വരുന്നത്. 2 ആണ് ഒരു എസ് ഓർബിറ്റിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന
വാല്യൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി പി ഓർബിറ്റിൽ വന്നാലോ? പി ഓർബിറ്റിന്റെ എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു പി ഓർബിറ്റിന്റെ എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ? നമ്മളിവിടെ കണ്ടു 1 ആണ് പി ഓർബിറ്റിന്റെ എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടുത്തെ അതനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 × 2 + 1 എന്നാകും. എത്ര വന്നു? 3 × 2 6 ഇലക്ട്രോൺസ് ആണ് മൊത്തം പി ഓർബിറ്റൽസിൽ നമുക്ക് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഓർബിറ്റൽ ആംഗുലർ മൊമെന്റവും അസിമുത്തൽ ക്വാണ്ടം നമ്പർ L തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഓർത്തിരിക്കുക. ആ റിലേഷൻഷിപ്പ് അനുസരിച്ച് നമുക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ √2 × L × h/2π എന്ന ഉള്ള റിലേഷൻഷിപ്പാണ്. h/2πക്ക് പകരം h ബാർ എന്ന് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. h/2πക്ക് പകരം നമുക്ക് h ബാർ എന്നും കൊടുക്കാം. അതനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ S എന്ന സബ്ഷെല്ലിന്റെ ആംഗുലർ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും വരുന്നത് എന്നുള്ളതാണ്. എൽ വാല്യൂ എത്രയായിരിക്കും വരുന്നത്, ആംഗുലർ മൊമെന്റം എത്രയായിരിക്കും വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എത്രയായിരിക്കും വരുന്നത്? S ഓർബിറ്റിൽ വരുവാണെങ്കിൽ എൽ വാല്യൂ എത്രയാണ് നമ്മൾ പറഞ്ഞത്? 0 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം 0 × 0 + 1 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ് വരുന്നത്. എസ് ഓർബിറ്റലിന്റെ ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. പി ഓർബിറ്റിൽ വന്നാലോ? പി ഓർബിറ്റിൽ വന്നാൽ ഇവിടെ എൽ വാല്യൂ 1 ആയിരിക്കും. അപ്പം √2 എന്ന രീതിയിലാവും. √2 h/2π എന്നാവും. അല്ലെങ്കിൽ √2 × h ബാർ എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഡി ഓർബിറ്റിൽ വന്നാലോ? ഡി ഓർബിറ്റിൽ വന്നാൽ √6 ആയിരിക്കും. √6 × h/2π അല്ലെങ്കിൽ √6 × h ബാർ എന്നാകും. എഫ് ഓർബിറ്റിൽ വന്നാൽ √12 × h/2π എന്നായിരിക്കും അതിന്റെ വാല്യൂസ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം ആംഗുലർ മൊമെന്റവും മുതൽ ക്വാണ്ടം നമ്പർ L തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓർത്തിരിക്കുക. അതിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. √L × L + 1 h/2π അല്ലെങ്കിൽ √L × L + 1 h ബാർ എന്നായിരിക്കും ഇക്വേഷൻസ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ M എന്ന വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഓർത്തിരിക്കുക. It denotes the orientation of an electron cloud under the influence of a magnetic field. ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ ഇലക്ട്രോൺ ക്ലൗഡിന്റെ ഓറിയന്റേഷനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എമ്മിന്റെ വാല്യൂസ് പോസിബിൾ ആയിട്ടുള്ള എൽ വാല്യൂവിനെ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. -L2 + L എന്ന രീതിയിലായിരിക്കും വരുന്നത്. വിത്ത് a total value of 2L + 1 വാല്യൂ. അപ്പം ടോട്ടൽ വാല്യൂ 2L + 1 വാല്യൂസ് ആണ് ഇവിടെ പോസിബിലിറ്റി ഉള്ളത്. ടോട്ടൽ നമ്പർ n വരുവാണെങ്കിൽ n² എന്ന രീതിയിലായിരിക്കും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വരുന്നത്. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. -L2 + L എന്നുള്ള രീതിയിലായിരിക്കും ഇവിടുത്തെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സിന്റെ വാല്യൂ വരുന്നത് ടോട്ടൽ വാല്യൂ 2L + 1 ആയിരിക്കും. ഇപ്പൊ L 0 വന്നാൽ ഇവിടെ എത്ര ആയിരിക്കും വന്നത്? L 0 വരുവാണെങ്കിൽ ആകെ ഒരു വാല്യൂ വരുള്ളൂ, പോസിബിലിറ്റി ഉള്ള 0ക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം ഇവിടെ നോക്കുക. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. എസ് ഓർബിറ്റിൽ വരുവാണെങ്കിൽ എൽ വാല്യൂ ഏതായിരിക്കും? 0 ആയിരിക്കും വരുന്നത്. എം വാല്യൂയും 0 ആയിരിക്കും. അതാണ് എസ് ഓർബിറ്റിലെ സ്പെറിക്കൽ ഷേപ്പ് ആണ് വരുന്നത്. പി ഓർബിറ്റിൽ വരുവാണെങ്കിലോ? പി ഓർബിറ്റിൽ എൽ വാല്യൂ 1 ആണ്. പി ഓർബിറ്റിന്റെ കേസിൽ എൽ വാല്യൂ 1 ആണ് വരുന്നത്. എം വാല്യൂ ഏതൊക്കെ വരാം? -1, 0, +1 വരാം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഡി ഓർബിറ്റിൽ എൽ വാല്യൂ എത്ര വരും? 2 ആയിരിക്കും എൽ വാല്യൂ വരുന്നത്. വാല്യൂസ് വരുന്നത് -2, -1, 0, +1, +2 ആയിരിക്കും. എഫ് ഓർബിറ്റിൽ വന്നാലോ? എൽ വാല്യൂ 2 അല്ല 3 ആണ്. 3 ആണ് എൽ വാല്യൂ വരുന്നത്. എൽ വാല്യൂ = 3. അതിന്റെ പോസിബിൾ വാല്യൂസ് എന്ന് പറഞ്ഞാൽ -3, -2, -1, 0, 1, 2, 3 എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും അതിന്റെ വാല്യൂസ് പോസിബിലിറ്റി ആയിട്ടുള്ള വാല്യൂസ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിന്റെ ഇക്വേഷൻ എത്രയായിരുന്നു? ഇത്ര എം വാല്യൂസ് ഉണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2L + 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഇവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എല്ലിന് പകരം 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വാല്യൂസ് വരും? 2 × 1 + 1 എന്ന രീതിയിലാവും. 2 × 1 + 1 എത്രയാണ് വരുന്നത്? 3 ആയിരിക്കും വരുന്നത്. 3 വാല്യൂസ് ആണ് പോസിബിലിറ്റി ഉള്ളത്. അത് -L2 + L. അപ്പം -1, 0, +1 വരെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ എൽ വാല്യൂ ഇവിടെ 2 ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? എൽ വാല്യൂ 2 ആകുമ്പോൾ 2 × 2 + 1 5 ആകും വരുന്നത്. അവിടുത്തെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 5 വാല്യൂസ് വരെ -2, -1, 0, +1, +2 എന്നാകും. എൽ വാല്യൂ 2 ആണ്. -2 to +2 ആയിരിക്കും ഇവിടുത്തെ എം വാല്യൂസ് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 ആ വരുന്നത്. ഇവിടെ 2 അല്ല, 3 ആണ് വരുന്നത്.
3 വരുമ്പോഴത്തേനും -3 to +3 ആവും. 7 വാല്യൂസ് ആയിരിക്കും ടോട്ടൽ വരുന്നത്. ഇപ്പം 2 × 3 + 1 എന്നുള്ളതാവും. ഇനി ഓർത്തിരിക്കേണ്ട കാര്യം ഇവിടുത്തെ PX-നെയാണ് -1 വാല്യൂ സൂചിപ്പിക്കുക. M വാല്യൂ -1 PX, M വാല്യൂ 0 PZ, M വാല്യൂ +1 PY ആയിരിക്കും സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ M വാല്യൂ 2 വരുന്ന M വാല്യൂ -2 വരുന്നത് ഈ dx² - y², dxz M വാല്യൂ -1 ആയിരിക്കും, dz² M വാല്യൂ 0 ആയിരിക്കും, dyz M വാല്യൂ +1 ആയിരിക്കും, dxy M വാല്യൂ എത്രയായിരിക്കും +2 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ ഒന്ന് നമ്മളൊരു ടേബിൾ ആയിട്ട് എഴുതുവാണ്. L വാല്യൂ 0 വന്നാൽ S ആയിരിക്കും നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. S8 ആയിരിക്കും വരുന്നത്. പോസിബിൾ ആയിട്ടുള്ള M വാല്യൂ അത് 0 മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ. മാക്സിമം ഇലക്ട്രോൺസ് എത്ര പേര് വരാം? മാക്സിമം പോപ്പുലേഷന് 2 എന്ന രീതിയിലായിരിക്കും വരുന്നത്. L വാല്യൂ 1 വന്നാലോ P സ്റ്റേറ്റ് ആയിരിക്കും. 0-ഉം +1-ഉം -1-ഉം വരാം. 3 വാല്യൂസ് ആണ് വരുന്നത്. മാക്സിമം P ഓർബിറ്റിൽ 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാം. L വാല്യൂ 2 വരുമ്പോൾ D ആയിരിക്കും. -2 to +2 നമ്മൾ കണ്ടായിരുന്നു. 5 വാല്യൂസ് ആണ് M-ന് പോസിബിലിറ്റി ഉള്ളത്. ടോട്ടൽ ഇലക്ട്രോൺസിന്റെ എണ്ണം 10 ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 3 വരുമ്പോൾ F ആയിരിക്കും. -3 to +3 ടോട്ടൽ 7 ഓർബിറ്റൽസ് ഉണ്ട്. മാക്സിമം ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് എത്രയായിരിക്കും? 14 ഇലക്ട്രോൺസ് ആയിരിക്കും. ഇത് ഒന്നുകൂടെ നമ്മളൊന്ന് അതിനെ ക്രോഡീകരിച്ച് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 വന്നാൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എത്ര വരാം? 0 ആയിരിക്കും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. കാരണം എന്തായിരുന്നു? L വാല്യൂ അസിംപ്റ്റൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ സബ്സിഡറി ക്വാണ്ടം നമ്പർ 0 ആയിരിക്കും. ആകെ ഒരു ഓർബിറ്റലിനെ പറയുന്നുള്ളൂ, 1s ഓർബിറ്റൽ മാത്രമേ പറയുന്നുള്ളൂ. ഇനി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 വരുന്ന കേസ് 2 L വാല്യൂസ് പോസിബിൾ ആണ് നമ്മൾ പറഞ്ഞു, 0 and 1. കാരണം അതിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? സബ്സിഡറി ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ അസിംപ്റ്റൽ ക്വാണ്ടം നമ്പറിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? N ഉണ്ടെങ്കിൽ 0 to n-1 വാല്യൂസ് വരെ പോസിബിൾ ആകാം. 0-ഉം 1-ഉം വരാം. അവിടുത്തെ 0 വരുന്ന കേസിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 0 ആയിരിക്കും. 1 വരുന്ന കേസിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ -1, 0, +1 ആയിരിക്കും. 2s 0 മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വരുമ്പോൾ സൂചിപ്പിക്കുന്നു. -1, 0, +1 വരുമ്പോഴത്തേനും 2p സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കുക. 3 വരുമ്പോഴത്തേനുള്ള പോസിബിൾ വാല്യൂ 3pയും 3s 3p 3d ആയിരിക്കും പോസിബിൾ ഉള്ള. ടോട്ടൽ ഓർബിറ്റൽ എത്രയായിരിക്കും? 1 +3 +5 ടോട്ടൽ ഓർബിറ്റൽസ് 9 ഓർബിറ്റൽസ് പോസിബിൾ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആ രീതിയിലാണ് വരുന്നത്. ഇതാണ് നമ്മൾ ഒന്നുകൂടെ അതിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തുള്ളത് 4ാമത്തെ ക്വാണ്ടം നമ്പർ ആയിട്ടുള്ള സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. സ്പിൻ ക്വാണ്ടം നമ്പറിൽ ഇവിടെ വരുന്ന ഇത് സ്പിൻ ക്വാണ്ടം നമ്പർ ഡസ് നോട്ട് റിസൾട്ട് ഫ്രം ദ wave mechanical treatment but was introduced from the spin of the electron on its own axis as evidence for spectra studies. ഒരു ഇലക്ട്രോൺസിന്റെ ആക്സിസിൽ ഉള്ള സ്പിന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സ്പിൻ എങ്ങനെയായിരിക്കാം? ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇപ്പം അപ്വേർഡ് ഡയറക്ഷനിൽ വന്ന ക്ലോക്ക് വൈസ്, ഡൗൺവേർഡ് ഡയറക്ഷനിൽ വന്ന ആന്റി ക്ലോക്ക് വൈസ് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുമ്പോഴത്തേനും അതിന്റെ വാല്യൂ +12-ഉം ആന്റി ക്ലോക്ക് വൈസിൽ വരുമ്പോഴത്തേനും -12-ഉം ആയിരിക്കും വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇവിടെയുണ്ട് ലൈക്ക് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പറിനും ഒരു ആംഗുലർ മൊമെന്റം വാല്യൂസ് പോലത്തെ ഒരു വാല്യൂ ഉണ്ട്. S = √(s × s + 1 × h/2π) എന്നായിരിക്കും. ഇതിൽ S എന്ന് പറഞ്ഞാൽ സ്പിൻ ആകും. ഒന്നെങ്കിൽ +12 ആകാം അല്ലെങ്കിൽ -12 എന്നുള്ള രീതിയിലാകാം അവിടുത്തെ കാൽക്കുലേഷൻസ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ മെയിൻ ഷെല്ല്. മെയിൻ ഷെൽ എന്ന് പറഞ്ഞാൽ n = 1 ആണ് ഇവിടുത്തെ മെയിൻ ഷെല്ല്. ഇതൊക്കെ സബ് ഷെൽസ് ആണ് വരുന്നത്. സബ് ഷെൽസിന്റെ ഡെസിഗ്നേഷൻ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഒരു ഓർബിറ്റലാണ് n = 1 s ഓർബിറ്റലിനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത് രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ n = 2 വന്നാലോ 0-യും 1-ഉം വരാം. L വാല്യൂ അവിടെ M വാല്യൂസ് എത്രയാന്നുള്ള കാര്യം നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അവിടെ ടോട്ടൽ 4 ഓർബിറ്റൽസ് ആണ് വരുന്നത്. കാരണം എങ്ങനെയായിരുന്നു? ഒരു എസും 3 പിയും ആയിരുന്നു വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. n = 3 വന്നാലോ 3s ആകാം, 3s 3p 3d ആകാം. എസിൽ ഒരു ഓർബിറ്റല്, പിയില് 3 ഓർബിറ്റല്, ഡിയില് 5 ഓർബിറ്റൽ, ടോട്ടൽ 9 ഓർബിറ്റൽസ് പോസിബിൾ ആണെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അതിന്റെ പോസിബിൾ ആയിട്ടുള്ള ML വാല്യൂസ് പറഞ്ഞായിരുന്നു. ഇനി അടുത്ത നോക്കുക. ഇനി n അനുസരിച്ച് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും പോസിബിൾ ഉള്ളതെന്നാണ് പറയുന്നത്. n = 1 വന്നാൽ മാക്സിമം ഇലക്ട്രോൺസ് ആ ഷെല്ലില്, മെയിൻ ഷെല്ലിൽ പോസിബിലിറ്റി ഉള്ളത് എങ്ങനെയായിരിക്കും? 2n² എന്ന ഇക്വേഷൻ അനുസരിച്ചായിരിക്കും. അപ്പം 2 × 2² 1² എന്ന് പറഞ്ഞാൽ 2
ഇലക്ട്രോൺസ് ആണ് മാക്സിമം ഫസ്റ്റ് ഷെല്ലിൽ പോസിബിൾ ഉള്ളത്. കാരണം എങ്ങനെയാ വരുന്നത്, 1s ആണ് ആകെ ഓർബിറ്റിൽ ഉള്ളത്. 1s ഓർബിറ്റിൽ മാത്രമേ അവിടെ ഉള്ളൂ. 1s ഓർബിറ്റലിൽ മാക്സിമം ആയിട്ട് പോസിബിലിറ്റി ഉള്ളത് ഏത് മാത്രമേ വരുന്നുള്ളൂ, 2 ഇലക്ട്രോൺസിന് മാത്രമേ, ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ 2 ഇലക്ട്രോൺസിന് പോസിബിലിറ്റി ഉണ്ട്. n=2 വന്നാലോ, n=2 വന്നാല് 2s ഉം 2p വരുന്ന കാര്യം ഓർത്തിരിക്കുക. അവിടുത്തെ ഇക്വേഷൻ അനുസരിച്ച് 2 × 2 സ്ക്വയർ എത്ര വരും, 8 ആകും വരുന്നത്. 8 എങ്ങനെയാ വരുന്നത്, എസില് 2 ഇലക്ട്രോൺസ്, 2s-ല് 2 ഇലക്ട്രോൺസ്, 2p-ൽ എത്ര ഇലക്ട്രോൺസ് വരും, ടോട്ടൽ 6 ഇലക്ട്രോൺസ് ആണ് അവിടെ വരുന്നത്. ആ കാര്യം ഓർത്തിരിക്കുക. ഇനി 3 n=3 വന്നാലോ, n=3-ല് 3 പേരാണ്, 3s, 3p, 3d ആയിരിക്കും വരുന്നത്. ടോട്ടല് 9 ഓർബിറ്റൽസിന്റെ എണ്ണം വരുന്നത്. അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നത് 2 × n² എന്ന് പറഞ്ഞാൽ n എത്രയായിരുന്നു, n ഇവിടെ 3 ആണ് n-ന്റെ വാല്യൂ വരുന്നത്. n=3 വരുമ്പോഴത്തേനും 3² 9 വരും. 9 × 2 18 ഇലക്ട്രോൺസ് ആണ് മാക്സിമം ആയിട്ട് പോസിബിലിറ്റി വരുന്നത്. അതായത് എസില് 2 ഇലക്ട്രോൺ, പിയില് 6 ഇലക്ട്രോൺ, ഡിയില് 10 ഇലക്ട്രോൺസ്. സോറി, 10 ഇലക്ട്രോൺസ്. അപ്പൊ ടോട്ടൽ 18 ഇലക്ട്രോൺസ് ആണ് അവിടെ വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ രീതിയിലാണ് നമ്മൾ അവിടെ പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ ഒന്ന് ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, n-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എനർജിയും സൈസ് ഓഫ് ദ ഷെല്ല്. അപ്പൊ നമ്മൾ പറഞ്ഞ ഡിസ്റ്റൻസ് ന്യൂക്ലിയസിൽ നിന്ന് അകന്നു, n=2 വരുമ്പോഴത്തേന് n=1-നെക്കാളും അകന്നായിരിക്കും. അപ്പം ഷെല്ലിന്റെ സൈസ് കൂടി വരുവാണ് ഈ n കൂടുന്നതനുസരിച്ച്. അപ്പം എൽ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽസ് കിട്ടും. എം വാല്യൂ എന്ത് കിട്ടും, ഓറിയന്റേഷൻ ഓഫ് ദ ഓർബിറ്റൽ ഇൻ സ്പേസ്, നമ്പർ ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് ഓർബിറ്റൽസ്, പല ഓർബിറ്റൽസ് px, py, pz നമ്മൾ പറയല്ലേ എന്ന് പറഞ്ഞ പോലെ കിട്ടും. എൽ വാല്യൂലാണെങ്കിൽ എസ്, പി, ഡി, എഫ്, അതായത് ഷേപ്പുകൾ മാത്രമേ കിട്ടുള്ളൂ. സ്പെറിക്കല്, ഡംബൽ, ഡബിൾ ഡംബൽ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓർബിറ്റൽ എന്നൊരു ഷേപ്പ് കിട്ടും. എമ്മിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള സബ് ഡിവിഷൻസ് ആയിട്ടുള്ള, എസിൽ അങ്ങനെ സബ് ഡിവിഷൻസ് ഒന്നുമില്ല. പിയിലാണെങ്കിൽ പി എക്സ്, പി വൈ, പി സെഡ്, ഡിയിലാണെങ്കിൽ ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി സെഡ് സ്ക്വയർ, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഇനി എസിന് അങ്ങനെ ഓർബിറ്റൽ ഇൻഫർമേഷൻ ഒന്നും കിട്ടില്ല. ഇനി എന്നിൽ നിന്ന് നമുക്ക് വേറെ കിട്ടുന്ന എനർജിയും ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് കിട്ടും. എല്ലിൽ നിന്ന് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ കിട്ടും. എമ്മിൽ നിന്ന് ഡയറക്ഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ കിട്ടും. എസിൽ നിന്ന് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം കിട്ടും. എസിൽ നിന്ന് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് സ്പിൻ ആംഗുലർ മൊമെന്റം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. +12 ആണോ -12 ആണോ? ഓക്കെ, താങ്ക് യു.